ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. കരിസ്ത കരിസ്ത കരിസ്ത. പാതി തകർന്നവരെ, ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. പാതി തകർന്നവരെ, ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ യേശുവിനരികെ അണയാം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ യേശുവിനരികെ അണയാം. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. കരിസ്ത കരിസ്ത കരിസ്ത. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥൻ്റെ കരവിരുത്. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ
ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. നിത്യസ്തുതിക്കട്ടെ യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ മനോഹരമായ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പലപ്പോഴും ദൈവത്തെ മറന്നുപോയ മനുഷ്യരുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുഖമെന്താണെന്ന് പോലും തിരിച്ചറിയാതെ പോയ മനുഷ്യരുടെ മുമ്പിൽ, ദൈവം ഒരു ക്രൂരനായ വ്യക്തിയാണെന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികളുടെ മുമ്പിൽ പുത്രനായ ദൈവത്തിലൂടെ ആ സ്നേഹസമ്പന്നനായ ദൈവം തന്നെ നമുക്കായി വെളിപ്പെടുത്തി തന്നു. താൻ സ്നേഹിക്കുന്ന ദൈവമാണ്, എല്ലാവരെയും കരുതുന്ന ദൈവമാണ്, ആരെയും വിട്ടുകളയുവാൻ ആഗ്രഹിക്കാത്ത ദൈവമാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ലോകം സൃഷ്ടിച്ചത്. എൻ്റെ സ്നേഹത്തിൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും. ആ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്കായി പകർന്നു തന്നത്. ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയത് തൻ്റെ ഏകജാതനിലൂടെയാണ്. യേശുനാഥൻ 30 വർഷം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി നീണ്ട ഒരു തയ്യാറെടുപ്പെടുത്തു. പിന്നീട് 3 വർഷക്കാലവും യേശുനാഥൻ പരിശ്രമിച്ചത് തൻ്റെ പിതാവിനെ മറ്റുള്ളവർക്കായി ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല എൻ്റെ പിതാവ്, നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുതൽ, അവിടുത്തെ കരുണ എന്ന് നമ്മളെ ഓരോരുത്തരെയും കാണിച്ചു തരുവാൻ യേശുനാഥൻ പരിശ്രമിച്ചു. തൻ്റെ പരിസ്ഥിതി ജീവിതത്തിലുടനീളം ഒത്തിരി നല്ല പ്രബോധനങ്ങൾ അവിടുന്ന് നൽകി. ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ചിലത് നമുക്ക് മനസ്സിലായില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉപമകൾ വഴി അവൻ സംസാരിച്ചു. ഓരോ ഉപമകളും ദൈവരാജ്യം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ ആ ഉപമകളിലെല്ലാം തെളിഞ്ഞു നിന്ന മറ്റൊരു മുഖം പിതാവായ ദൈവത്തിൻ്റെ മുഖമാണ്. ആ ദൈവം എപ്രകാരമാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയ ഉപമകളായിരുന്നു അതിൽ ഭൂരിഭാഗവും. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക, യേശുനാഥൻ തൻ്റെ പിതാവിനെ നമുക്കായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. ഈ ഒരു ഉപമ പറയുന്നതിലൂടെ യേശുനാഥൻ പിതാവായ ദൈവം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതോടൊപ്പം തന്നെ ആ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് കൂടി ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം വായിച്ച് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവന് ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിപ്പറ്റവും ഒരു ഇടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സമർപ്പിക്കുന്നതാണ്.
അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ ഈശോ പറയുന്നത് ഞാൻ നല്ല ഇടയനാണ്. അതിനുശേഷം ആ നല്ല ഇടയൻ്റെ ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ അവിടുന്ന് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. കൂലിക്കാരൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ആടുകളെ അറിയുന്നില്ല, ആടുകളെക്കുറിച്ച് അധികം താല്പര്യമില്ല. അവന് ആ കൂലി മാത്രം മതി. അതിനുവേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ കൂലിക്കാരന് ആടുകളെ താല്പര്യമില്ലെങ്കിൽ നല്ല ഇടയനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവന് ആടുകളോട് പ്രത്യേകമായൊരു താല്പര്യമുണ്ട്. അവൻ ആടുകളെ അറിയുന്നവനാണ്. എന്നിട്ട് ആടുകളെ പേര് ചൊല്ലി പോലും വിളിക്കുവാനുള്ള കഴിവ് അവനുണ്ട്. അത്രമാത്രം ആടുകളുമായി ഒരു ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ് നല്ല ഇടയൻ. നല്ല ഇടയനായ ദൈവവും അതുതന്നെയല്ലേ നമ്മുടെ മുമ്പിലും ചെയ്യുന്നത്. നമ്മളെ ഓരോരുത്തരെയും അറിയുന്നു, നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമുക്ക് എന്ത് പോരായ്മകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും അതെല്ലാം അറിയുന്നവനാണ് നമ്മുടെ പിതാവ്. ആ പിതാവ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചതും തനിക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാത്തിനെയും തിരികെ കൊണ്ടുവരുവാനാണ്. ആട്ടിപ്പായിക്കുവാനല്ല, മറിച്ച് തൻ്റെ കൂട്ടത്തിലേക്ക് തിരികെ വിളിക്കുവാനാണ് തൻ്റെ ഏകജാതനെ അവിടുന്ന് അയക്കുക. പ്രിയമുള്ളവരെ, ഇതിലെല്ലാം കർത്താവ് എപ്രകാരമാണ് നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നത്, നമ്മോട് അവിടത്തേക്കുള്ള മനോഭാവം എന്താണ് എന്നെല്ലാം വളരെ മനോഹരമായിട്ട് സുവിശേഷകൻ പറയുന്നുണ്ട്. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. എത്ര മനോഹരമായ ഒരു വചനമാണത്. ഞാൻ നല്ല ഇടയനാണ്, അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്, പിതാവ് എന്നെ അറിയുന്നത് പോലെ, ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അവർക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുവാൻ പോലും ഞാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, യേശുനാഥൻ തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യും എന്ന ഒരു ഉറപ്പാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. അവർക്ക് വേണ്ടി ഞാൻ ജീവൻ പോലും അർപ്പിക്കുമെന്ന് അവിടുന്ന് പറയുന്നത്. തീർച്ചയായും കാൽവരി മലയിൽ നമ്മൾ കണ്ടതും ആ ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ കർത്താവ് അർപ്പിച്ചു. ആ കാൽവരി മലയിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പോലും ഒരു പരാതി പോലും പിതാവായ ദൈവത്തോട് അവിടുന്ന് പറയുന്നില്ല. കാരണം തൻ്റെ ദൗത്യം എന്താണെന്ന് പൂർണ്ണമായ ബോധ്യം യേശുവിനുണ്ടായിരുന്നു. ഞാനിതെല്ലാം ഏറ്റെടുക്കുന്നത്, ഞാൻ ഈ സഹനത്തിലൂടെയെല്ലാം കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ പിതാവിന് നഷ്ടപ്പെട്ടു പോയ ആ ജനതയെ വീണ്ടും ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ്. ആ പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് പല രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറായി. പക്ഷേ എന്നിട്ടും അവർ അത് മനസ്സിലാക്കാതെ വന്നപ്പോൾ അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും നേടിയെടുത്തു. ഒരു കഥ ഇപ്രകാരമാണ്. നാഷണൽ ജിയോഗ്രഫി ചാനലിൽ വന്ന ഒരു കഥയാണ്. ഒരു വനം മുഴുവൻ കത്തി നശിച്ചു പോയി. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും എത്രമാത്രം നാശനഷ്ടങ്ങൾ ആ വനത്തിലുണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കുവാനുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടന്നു വരികയാണ്. അങ്ങനെ അവർ കത്തിക്കരിഞ്ഞു പോയ ഓരോ മരങ്ങളുടെ സൈഡിലൊക്കെ അവർ പോയി നോക്കുന്നുണ്ട്. എത്രമാത്രം അത് കത്തി നശിച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലാണ് അത് നശിച്ചു പോയിട്ടുള്ളത്, ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ, അങ്ങനെയെല്ലാം നോക്കി നടക്കുന്നതിനിടയിൽ അവർ കാണുന്ന ഒരു കാഴ്ച കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്ന ഒരു പക്ഷിയെയാണ്. ഒരു പക്ഷി ഇതാ മൊത്തം കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. അവർ പതിയെ ആ പക്ഷിയുടെ
ശരീരത്തിനടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അടുത്ത് ചെന്ന് തങ്ങളുടെ കയ്യിലിരുന്ന ആ ലാത്തി കൊണ്ട് ആ പക്ഷിയുടെ ചിറകിൽ ഒന്ന് പതിയെ തട്ടിയപ്പോൾ അത് അടർന്നു വീണു. എന്നാൽ എല്ലാവരുടെ മനസ്സിലും ഒരു പ്രതീക്ഷ നൽകുന്ന രംഗമാണ് പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. കാരണം ആ അടർന്നു വീണ ചിറകിനടിയിൽ ഇതാ ജീവൻ്റെ 3 തുടിപ്പുകൾ. 3 പക്ഷിക്കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ ആക്കിക്കൊണ്ടാണ് ആ കിളി മരിക്കുന്നത്. ആ അമ്മ കിളിക്ക് വേണമെങ്കിൽ പറന്നു പോകാമായിരുന്നു. അസഹനീയമായ ചൂടും അതുപോലെ തന്നെ തൻ്റെ ശരീരം മുഴുവൻ വെന്തുരുകുമ്പോഴും ഒരിക്കൽ പോലും സ്വയം രക്ഷിക്കുവാൻ ആ പക്ഷി തയ്യാറാകുന്നില്ല. മറിച്ച് തൻ്റെ ചിറകിൻ്റെ കീഴിലുള്ള ആ 3 കുഞ്ഞുങ്ങൾക്ക് ജീവൻ ലഭിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് കാണുക. അതുതന്നെയാണ് യേശുനാഥൻ തൻ്റെ ജീവിതത്തിലും ചെയ്തത്. തൻ്റെ ശരീരത്തിലേറ്റ ആ വേദനകൾ എല്ലാം പരിപൂർണമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. താൻ സഹിക്കുന്നതെല്ലാം ഈ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. തന്നെ ദൈവം അവിടുത്തെ വലിയ സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിച്ചവരാണ് ഇവരെല്ലാം. ഈ സൃഷ്ടി ഒരിക്കലും നശിച്ചു പോകുവാൻ പാടില്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഈ സൃഷ്ടിക്ക് വേണ്ടി കർത്താവ് ഉണ്ടാക്കിയതാണ്. അവരെ വീണ്ടെടുക്കുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യവും ആ വലിയൊരു ബോധ്യം യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പീഡാസഹനവും സന്തോഷവും അവിടുന്ന് ഏറ്റെടുത്തു. ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീണ ഓരോ രക്തത്തുള്ളിയും നമ്മുടെ പാപത്തിൻ്റെ കറകൾ കഴുകുന്ന ഒന്നായി മാറി. നമ്മുടെ ജീവിതത്തിലെ പാപഭാരങ്ങളെല്ലാം ആ കാൽവരി മലയിൽ ആ മരക്കുരിശിൽ അവിടുന്ന് ഏറ്റെടുത്തു. ചാട്ടവാറി അടികൊള്ളുമ്പോഴും തൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും മുമ്പിൽ ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴും താൻ സ്നേഹിച്ചിരുന്നവരുടെ മുമ്പിലെല്ലാം അപമാന ഭാരത്താൽ തലതാഴ്ത്തി നിൽക്കുന്ന അവസ്ഥയുണ്ടായപ്പോഴും ഒന്നും അവിടുന്ന് പകച്ചില്ല. കാരണം അവിടത്തേക്ക് അറിയാമായിരുന്നു ഇത് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഈ ഒരു യാഗത്തിലൂടെ താൻ ഈ മാനവകുലത്തെ മുഴുവനാണ് രക്ഷിക്കാൻ പോകുന്നത് എന്ന ഒരു ബോധ്യം യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സന്തോഷവും ഈ വേദനകളെല്ലാം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് വേണ്ടി അവിടുന്ന് ആ കാൽവരി മലയിൽ ജീവൻ ബലിയർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവൻ നല്ല ഒരു ഇടയനായിട്ട് മാറുകയാണ്. താൻ എന്താണോ മറ്റുള്ളവരെ പഠിപ്പിച്ചത് അത് തൻ്റെ ജീവിതത്തിലൂടെ നമുക്കായി വെളിപ്പെടുത്തി തരുന്നതാണ് നമ്മളവിടെ കാണുക. ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കഴിക്കുവാൻ പോലും തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുന്ന ദൈവപുത്രനെയാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലുതായ ഒരു കരുണയുടെ പ്രകടനം നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഇതിനേക്കാൾ വലിയ രീതിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങൾ കടന്നു വരുമ്പോൾ പോലും നമ്മൾ ദൈവത്തെ പഴിക്കാറുണ്ട്. നമ്മുടെ വേദനകളുടെ പേരിൽ നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ യേശുനാഥൻ തൻ്റെ ഏൽപ്പിച്ച ആ ദൗത്യത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ഈ പീഡാസഹനങ്ങളെല്ലാം നമ്മുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കുകയും ചെയ്തു. ആ വലിയ സ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കായിരിക്കാം. നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണ് ആ പീഡകൾ ഏറ്റെടുത്തത്. കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ആ കാൽവരി മലയിൽ ആ മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ചത്. കർത്താവേ, എന്നെ ഏറ്റെടുക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഇനിയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, എന്നിലേക്ക് അങ്ങയുടെ കാരുണ്യം കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി
നമുക്ക് ദൈവത്തെ മുഖത്തപ്പെടുത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയെടുത്തേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെയും ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെയും ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെയും ലോ മുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ. സ്നേഹമുള്ള ഈ കന്യയുടെ ശവമാല ചൊല്ലിയ നിമിഷങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും നല്ലവനായ ദൈവം ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കുവാനും കർത്താവ് തൻ്റെ ജാതനിലൂടെ നമുക്കായിട്ട് നൽകിയ ആ വലിയ കരുണയുടെ അനുസ്മരണം നമുക്ക് നടത്തുവാനും സാധിച്ചു. കർത്താവ് എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഒരു നല്ല ഇടയനായിട്ട് മാറിയത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് എപ്രകാരമാണ് ഇടപെട്ടത്. പലപ്പോഴും കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളധികം ചിന്തിക്കാറില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഇന്ന ആവശ്യങ്ങൾ നടത്തി തരണമെന്ന്. എന്നാൽ നമ്മൾ പോലും ചോദിക്കാതെ കർത്താവ് നമുക്കായി നൽകുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരോടും കരുണ കാണിക്കുന്ന ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മക്കളായി സ്വീകരിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയും അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കാരുണ്യം എന്നും ഞങ്ങളുടെ ജീവിതത്തെ നിലനിർത്തണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾ അങ്ങിൽ പൂർണ്ണമായും ശരണപ്പെടുന്നു. ഞങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവർ, ഈ ഒരു പ്രാർത്ഥനയോട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ,
ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ, സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനേക്കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ.